MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈദ് സ്പെഷ്യലായി ഒരു മട്ടൻ കുറുമ ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിൽ റെസ്റ്റോറൻറ്റുകളിൽ കിട്ടുന്നതിനേക്കാൾ ടേസ്റ്റിയായ മട്ടൻ കുറുമ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇതിനായി 1 കിലോ മട്ടൻ ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിനു വേണ്ടി ഒരു മസാല തയ്യാറാക്കാം. ഈ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. ഇതിലേക്ക് 4 ഏലക്ക, 5 ഗ്രാമ്പു, 4 ചെറിയ പീസ് പട്ട, 1.5 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകവും ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി 3 മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും, 12 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും, 8 പച്ചമുളക് അരിഞ്ഞതും ചേർക്കാം. ഇതൊന്ന് വഴറ്റി കൊടുക്കണം. സവാളയുടെ കളർ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി പൊടികൾ ചേർക്കാം. 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് എരിവിനായിട്ട് കൂടുതൽ പച്ചമുളകും കുരുമുളകുമാണ് ചേർക്കുന്നത്. മുളക് പൊടി വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി 2 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം. ഇത് നന്നായി ആറിയതിന് ശേഷം 1 കപ്പ് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് നമുക്ക് ഈ മട്ടനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർക്കാം. ഈ മട്ടൻ ഞാനൊരു 20 മിനിറ്റ് വേവിക്കുന്നുണ്ട്. ഓരോ മട്ടൻ അനുസരിച്ചും വേവിൽ ചെറിയ വ്യത്യാസം വരാം. അപ്പോൾ ആദ്യം ഒരു 15 മിനിറ്റ് വേവിച്ചതിന് ശേഷം വേവ് നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചാൽ മതി. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഹൈ ഫ്ലെയിമിൽ ഫസ്റ്റ് വിസിൽ കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ് വേവിക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് കാഷ്യൂ നട്ട്സ് ഒന്ന് അരച്ചെടുക്കാം. 12 കാഷ്യൂ നട്ട്സ് കുതിരാനായി വെച്ചിരുന്നു. ഇത് 1/4 കപ്പ് തേങ്ങാപ്പാൽ ചേർത്തൊന്ന് അരച്ചെടുക്കാം. 20 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സ്റ്റീമൊക്കെ പോയി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. മട്ടൺ നന്നായി വെന്തിട്ടുണ്ട്. ഫ്ലെയിം ഒന്നുകൂടി ഓണാക്കാം. ഇനി അരച്ചു വെച്ച കാഷ്യൂ നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കൂടി ചേർക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞ് ഇനി ഇത് തിളപ്പിക്കേണ്ട. ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അല്പം മല്ലിയില കൂടി ഇതിലേക്ക് ചേർക്കാം.
നല്ല ടേസ്റ്റിയായ നമ്മുടെ മട്ടൺ കുറുമ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ പത്തിരി, പൊറോട്ട, ഗീ റൈസ് എല്ലാത്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.